ശശി തരൂരാണ് നിലവിലെ താരം. കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുകയാണ്, ആ കുടുംബത്തെ വിമർശിക്കുകയാണ്. ആ കുടുംബത്തെ സ്വാഭാവികമായി തന്നെ ചരിത്രം പഠിച്ചവർക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ 5ാം തലമുറയിലേക്ക് കടന്നിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ ഭരണം, അല്ലേ? ആദ്യം ഭാരതത്തെ മുഴുവൻ പണം കൊടുത്ത് എടുക്കാവുന്ന അത്ര സമ്പത്തുണ്ടായിരുന്ന ഉന്നതനായുള്ള വ്യക്തി മോത്തിലാൽ നെഹ്റു. ആ മോത്തിലാൽ നെഹ്റുവിൻ്റെ തീരുമാനമനുസരിച്ച് പെരുമാറിയിരിക്കുന്ന കോൺഗ്രസ് ഉന്നത നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ തീരുമാനം അനുസരിച്ച് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ പോലും, അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും പലരെയും തഴഞ്ഞുകൊണ്ട്, പുരുഷോത്തം ടണ്ടൻ, സുഭാഷ് ചന്ദ്രബോസ്, ഇതിനെല്ലാവരും തഴഞ്ഞുകൊണ്ട് ചില പ്രമുഖ വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് സ്ഥാനത്തെത്താൻ നെഹ്റുവിന് സാധിച്ചു. നെഹ്റുവിന് ശേഷം പിന്നെ ആ കുടുംബം, നേരത്തെ പറഞ്ഞതുപോലെ 5ാമത് തലമുറ ഇന്ന് സ്ഥാനത്തേക്ക് തള്ളിക്കയറുകയാണ്. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് രണ്ട് നോക്കിക്കഴിഞ്ഞാൽ, പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഉണ്ടെന്നൊക്കെയാണല്ലോ പറയാം. ഏത് പാർട്ടിയുടെയും ഭരണഘടന അത് വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ, എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, പക്ഷെ സാമാന്യമായുള്ള ജനാധിപത്യത്തിൻ്റെ മര്യാദ അനുസരിച്ചിട്ടാണ്. അപ്പം ആ നിലയ്ക്കാണെങ്കിൽ എന്നും ഒരേ കുടുംബത്തിൻ്റെ ആൾക്കാരെ തന്നെ കൊണ്ടുവെക്കണം ഓരോ സ്ഥലത്തും. ആ വന്നു കഴിഞ്ഞതിൻ്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങിയ പാർട്ടിക്കുള്ളിൽ ആൾക്കാരുണ്ടാവും. എന്നും അവരെ അടിമകളെപ്പോലെ വെക്കാൻ സാധിക്കുമോ? നേരത്തെ ഉണ്ടായിട്ടുണ്ട് പരിവർത്തനവാദി. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ 6ാമത്തെ തലമുറയാണ്. ഞാൻ നെഹ്റു കൂട്ടിയാണ് പറഞ്ഞത്. മോത്തിലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രിയങ്കയുടെ മറ്റൊരു ഗാന്ധി എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് 6ാം തലമുറയിലേക്ക്. അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് കാര്യമായിട്ട് പ്രതികരിക്കാൻ ആൾക്കാർ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ധവാനും ചന്ദ്രശേഖർ, ഇവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരാണ്. ഒരു സമയത്ത് അവർ അതിന് പ്രതികരിച്ചു. ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന് അവർ പറഞ്ഞു. പിന്നീട് ജഗജീവറാവിനെ പോലത്തെ ആൾക്കാർ കുറച്ചൊക്കെ പ്രതികരിക്കാൻ തയ്യാറായി. പക്ഷെ അവർ കുടുംബവാഴ്ചയ്ക്കെതിരായിട്ട് പ്രതികരിച്ചില്ല. ചന്ദ്രശേഖറും ആ ടീം മുഴുവൻ കുടുംബവാഴ്ചയ്ക്കെതിരായിട്ട് പ്രതികരിച്ചു. മൊറാർജി ദേശായി ഒരു പരിധി വരെ കുറച്ചു കാലത്തേക്കൊക്കെ പ്രതികരിച്ചു. പക്ഷേ പിന്നീട് വന്നിരിക്കുന്ന ശരിക്ക് ഇപ്പോഴത്തെ നമ്മുടെ ശശി തരൂർ, ഇവിടുത്തെ MP ആണല്ലോ, അദ്ദേഹം കാര്യമായിട്ട് ഈ ഒരേ കുടുംബക്കാർ കുടുംബവാഴ്ച എന്നുള്ള ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങി. പൂർണ്ണമായിട്ടും തെറ്റാണെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഊഹിക്കാവുന്നതേ ഉള്ളൂ പാർട്ടിയിലെത്തിയാണെന്ന്. ഈ പാർട്ടിയിൽ നടക്കുന്ന സർവ്വ കൊള്ളരുതായ്മകളും ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് മുഴുവൻ. ഒരു 70% അങ്ങനെയാണ്. 100% എന്തെങ്കിലും 70% ഒരു കുടുംബത്തെ രക്ഷിക്കാനാണ്. ആ കുടുംബം ചെയ്യുന്ന ആദ്യം മുതലുള്ള തെറ്റുകൾ, ആ തെറ്റുകളിലേക്ക്, അത് മാധ്യമ രംഗത്തുണ്ടായിരുന്നതായാലും ശരി, ഭൂമി കുംഭകോണാണെങ്കിലും ശരി, ഇതെല്ലാം ഒരു കുടുംബത്തെ രക്ഷിക്കാനല്ലേ. അത് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രത്തോട് കൂറുള്ള ആൾക്കാർ, അതാണ് ഒരു പ്രത്യേകത. അല്ല, ഇത്തരം കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ച പല കുടുംബങ്ങളും പിന്നീട് ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇക്കാലത്തും എന്തുകൊണ്ട് ഈ കുടുംബത്തിന്, ഇപ്പോൾ നാം സംസാരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുകയാണ്. മരമണ്ടത്തനമാണ് വിളിച്ചു പറയുന്നത്. അദ്ദേഹം പറയുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മണ്ടത്തനം കേട്ട് കൈയടിക്കാൻ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു? ജനങ്ങളെന്ന് പറയുന്നില്ല, ചിലർ കൊണ്ടുവന്ന് ഇരുത്തുന്ന ആൾക്കാരാണ്. വന്ന് ഇരുത്തുന്ന ആൾക്കാർ കൈയടിക്കുന്നു. ചില ആൾക്കാരെ അല്ലാതെ തന്നെ വന്ന് കൈയടിക്കുന്നു. പിന്നെ നമ്മുടെ രാജ്യം നശിക്കുന്ന ആ ചിന്ത ഇദ്ദേഹത്തെ എത്തിച്ചാലൊന്ന് തീരുമാനം. മണ്ടൻ എത്തിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കും. രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കുന്ന ജനങ്ങളോടൊപ്പം തന്നെ നശിപ്പിക്കാൻ തയ്യാറാക്കുന്ന ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു ഇത് കണ്ടു. ബീഹാറിൽ ആണ് കാര്യം. കുറേ ആൾക്കാരെ കൊണ്ടുവച്ച് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചാനൽ എന്ന് പറയപ്പെടുന്ന
ഇന്ന് ഭരിക്കുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളം ചാനൽ, ആ ചാനൽ, മലയാളം ചാനൽ എന്ന് പറഞ്ഞാൽ ആ ചാനലിന്റെ പേരല്ല, മലയാളത്തിലുള്ള ചാനൽ, ഇന്ന് ബീഹാർ എന്നുള്ള ഇവിടെ ഭയങ്കര ദാരിദ്ര്യമാണ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലാണ്. ഇവിടെയാണ് അത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ നേരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേപോലെ തന്നെ ഈ ഭരിക്കുന്ന സർക്കാരിനെ തകർക്കണം. കാരണം അഴിമതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അഴിമതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കുന്ന സമയത്ത് ആരുടെ നേരില്ലാതെ വരും? അല്ല, ഇത് കുടുംബാധിപത്യത്തിലേക്ക് വരും. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ ശശി തരൂർ ഇത്തരം പ്രസ്താവനയുമായി വരുന്നത്? പലരും കോൺഗ്രസുകാർ വിമർശിക്കുന്ന അദ്ദേഹത്തിന് അധികാരമോഹമാണ്, പ്രധാനപ്പെട്ട പദവി BJP നൽകും, അതുകൊണ്ടുള്ള പ്രസ്താവന എന്നാണ് പലരും. അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിന്റെ മുമ്പ് അദ്ദേഹം കോൺഗ്രസിൽ വരുന്നതിന്റെ മുമ്പേ ചില സത്യസന്ധമായ കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അതുണ്ടല്ലോ. പിന്നെ അദ്ദേഹം കോൺഗ്രസിൽ വന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിനെ ഒതുക്കി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നിന്നല്ല, ഇങ്ങനത്തെ ഒന്നും പറയരുത് വെച്ച് നിന്നു. എത്ര കാലം സഹിക്കും? അതുകൊണ്ട് ആകാലോ ഈ സഹി കെട്ട സമയത്ത് സത്യസന്ധമായുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം BJP ഒരു ഇതും കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി അങ്ങനെ കൊടുത്താൽ തന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ കൊടുക്കലും വാങ്ങലും ഒക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്. പക്ഷെ ആ കൊടുക്കലും വാങ്ങുന്ന സമയത്ത് ഇന്നത്തെ സർക്കാരിൻ്റെ രീതി അനുസരിച്ച്, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ രീതി അനുസരിച്ച് അതും തികച്ചും രാഷ്ട്രീയമായിട്ടല്ല, അതിനേക്കാളുപരി രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ചെയ്യുക. കാരണം അദ്ദേഹം വിദേശത്ത് പോയി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. ആ സമയത്ത് അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല. കോൺഗ്രസിന്റെ തീരുമാനം അനുസരിച്ചുള്ള കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. അപ്പം ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ഒരു കോൺഗ്രസിനെ രക്ഷിക്കുക എന്നുള്ളതല്ല, രാഷ്ട്രത്തിനെ രക്ഷിക്കുക എന്നുള്ള നിലയ്ക്ക് ശശി തരൂർ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നാഷണൽ ഹെറാൾഡ് പോലുള്ള സംഭവങ്ങൾ ഒക്കെ അതിന്റെ പേരിലാണ് നടന്നത്. ഇപ്പോൾ നാം ദേശീയതയെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ സൈനികരെ കുറിച്ച് പറഞ്ഞാൽ, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പറഞ്ഞാൽ, ഇപ്പോൾ BJP ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ നമ്മൾ കടന്നു പോകും. അതെ, പറഞ്ഞാലല്ല എതിരായിട്ട് പറയുന്ന സമയത്ത്. കാരണം 10% പ്രതിനിധികളാണ് ഇവിടുത്തെ പട്ടാളക്കാരെന്ന് ഈ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തി. ആരെയാണ് ഉദ്ദേശിച്ചത്? അതിന് വേറെ ആൾക്കാർ ഉദ്ദേശിച്ചത് ആരാ? ഇവിടെ സമ്പന്നരെയാണ് ഉദ്ദേശിച്ചത്. എന്താണെങ്കിൽ രാജ്യദ്രോഹമല്ലേ പ്രസംഗിച്ചത്? പട്ടാളക്കാർ അങ്ങനെയാണോ? ഈ നാടിനെ കാത്തുരക്ഷിക്കുന്ന ഇയാളടക്കം, ഇയാൾക്ക് അതൊന്നും ബാധകമല്ല, കാത്തുരക്ഷിക്കുന്ന ആൾക്കാർ. ഈ രാഹുൽ ഗാന്ധി എവിടേക്കാ പോണത്? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ആൾക്കാരോട് പോലെ അറിയിക്കാനല്ലേ വിദേശത്ത് പോണത്. ആ വിദേശത്ത് പോയിട്ട് എന്താ ചെയ്യുന്നത്? വിദേശത്ത് പോയിട്ട് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളാണ് നടത്തുന്നത്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചില യുവാക്കന്മാരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി അവരിൽ പ്രസംഗിക്കുകയാണ്. അത് ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ആ ഭാഗത്തിൽ. അപ്പം ഇന്ത്യ വിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നുള്ളത് പല പ്രസംഗങ്ങളിൽ കൂടി തെളിയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗം പോലും നടത്തുന്നത് എങ്ങനെയാണ്? മുഴുവൻ രാഷ്ട്രവിരുദ്ധമായുള്ളതാണ്. ഇപ്പം ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബീഹാറിൽ പോയിട്ട് എന്തെല്ലാം കോപ്രായത്തരങ്ങൾ എന്ന് പറയാം. ഇപ്പൊ കുളത്തിൽ ചാടി, ഇതൊക്കെ കോപ്രായം എന്നല്ലാണ്ട് എന്താ പറയാനുള്ളത് അതിനെ കുറിച്ചിട്ടൊക്കെ. ഈ വിധത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും ശശി തരൂരിനെ പോലെ ആൾക്കാർ. ഒരു ശശി തരൂർ മാത്രമായിരിക്കില്ല, ചിലരൊക്കെ പുറത്തു കയറാൻ മടിയുണ്ടാവും. ഇങ്ങനത്തെ ഒരു വിഡ്ഢിത്തരം അഭിനയിക്കുന്നതായിരിക്കാം, രാജ്യദ്രോഹിയായിരിക്കുന്ന, വിഡ്ഢി പോട്ടെ, രാജ്യദ്രോഹിയായിരിക്കുന്ന ഒരാളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ആ പ്രസ്ഥാനത്തെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ നിയന്ത്രിക്കുന്നത് ഇന്നും ഈ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ കൂടെ നമുക്ക് കാണാം ഓച്ചാനിച്ച് നടക്കുന്ന ചില നേതാക്കന്മാരെ. ഇയാൾ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്, പാർട്ടിക്ക് അതീതനല്ല ശരിക്കും ഏത് പ്രതിപക്ഷ നേതാവും. പക്ഷെ ആ പാർട്ടിയുടെ നായകന്മാർ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നടക്കുന്നത് കണ്ടില്ലേ? നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ. ഇപ്പം പണ്ട് അതുപോലെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരെയും BJP ആക്കി മാറ്റുകയാണല്ലോ കോൺഗ്രസ്. ഇപ്പോൾ ശശി തരൂരും അവസാനം ആ വഴിയിൽ തന്നെ വരുമോ? ആ വഴി കൂടി വരേണ്ടതാണ്. അത് അടിയുറച്ച ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ
ഇന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന പാർട്ടി, നാളത്തെ പറയല്ല, ഇന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന പാർട്ടി ഈ രാജ്യത്തോട് കൂറുള്ള രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന, രാഷ്ട്രം ലോക ഗുരുവായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അത് നയിക്കുന്ന പ്രധാനമന്ത്രി, നയിക്കുന്ന മറ്റു വ്യക്തികളും ഉള്ള സമയത്ത് ശശി തരൂരിനോട് ഇദ്ദേഹത്തെ ചിന്ത കറക്റ്റാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടാണ് ശശി തരൂർ പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടത് BJPയിലേക്ക് തന്നെയാണ്, രാഷ്ട്രീയക്കാരെന്നുള്ള നിലയ്ക്ക്. ശശി തരൂർ, ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരെയല്ല പറയുന്നത്, എല്ലാ കോൺഗ്രസ്സുകാരും BJP പോയാൽ അതൊരു രണ്ടാം കോൺഗ്രസ്സായി മാറും, BJP ഒരു അഴിമതി പാർട്ടിയായി മാറും. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖമുദ്ര അഴിമതിയാണ്. അതുകൊണ്ട് ശശി തരൂർ പോകേണ്ടത് BJPയിലേക്ക് തന്നെയാണ് ശരിക്കും.